നമസ്കാരം. ആർക്കു മുന്നിലും തല കുനിക്കില്ല, അതാണ് ചൈനയുടെ നിലപാട്. അതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ സൈനിക പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മിസൈൽ പരീക്ഷണ കേന്ദ്രങ്ങൾ വിപുലമാക്കുകയാണ്. 2020 മുതൽ നടന്നുവരുന്ന ഈ വിപുലീകരണത്തിന്റെ നിർണായക വിവരങ്ങളടങ്ങിയ ഉപഗ്രഹ ചിത്രങ്ങളുടെയും മാപ്പുകളുടെയും ഔദ്യോഗിക രേഖകളുടെയും വിവരങ്ങൾ അമേരിക്കൻ വാർത്താ മാധ്യമം പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ വിപുലീകരണ ശേഖരണത്തിന്റെ പ്രധാന കേന്ദ്രം ചൈനയുടെ ആണവ ശേഖരം കൈകാര്യം ചെയ്യുന്ന PLA റോക്കറ്റ് ഫോഴ്സ് ആണ്. തന്ത്രപരമായ പ്രതിരോധത്തിന്റെ നെടുംതൂണാണ് ഈ സേനയെന്നും ഷീ ജിൻപിങ് വിശേഷിപ്പിച്ചിരുന്നു. ചൈന ഈ കോപ്പ് കൂട്ടുന്നത് ആരെ ലക്ഷ്യം വെച്ചാണ് എന്നൊരു ചോദ്യം പൊതുവെ ഉയരുന്നുണ്ട്. എന്തായാലും ചൈനയോട് മുട്ടാൻ വരുന്നവർ ഒന്ന് സൂക്ഷിച്ചിട്ടെങ്കിൽ കിട്ടുന്നത് സ്വപ്നത്തിൽ പോലും കാണാത്ത തിരിച്ചടികളായിരിക്കും. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഈ മിസൈൽ ശേഷി അമേരിക്ക, ജപ്പാൻ, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയുമായുള്ള ബന്ധത്തിലും സങ്കീർണതകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പ്രസിഡന്റ് ഷീ ജിൻപിങ് 2012 അധികാരത്തിൽ വന്നതു മുതൽ പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ കോടിക്കണക്കിന് ഡോളറാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. മിസൈൽ ഉൽപാദനവുമായി ബന്ധമുള്ള ഒന്നും രണ്ടുമല്ല 136 കേന്ദ്രങ്ങളിൽ 60% സൈറ്റുകളിലും വൻതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ട്. 2020 തുടക്കം മുതൽ 2025 അവസാനത്തോടെ ഈ കേന്ദ്രങ്ങളിൽ 20 ലക്ഷം ചതുരശ്ര മീറ്ററിലധികം പുതിയ നിർമ്മിതിയിടങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആയുധ വികസനത്തിനായി പുതിയ ടവറുകൾ, ബങ്കറുകൾ, ഹാങ്ങറുകൾ എന്നിവയാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ പ്രധാനമായും കാണുന്നത്. ഇവയെല്ലാം ലക്ഷ്യമിടുന്നത് ഗ്രാമീണ മേഖലകളെ അതിവേഗം സൈനിക വ്യാവസായിക കേന്ദ്രങ്ങളാക്കി മാറ്റാനാണ്. ഹ്രസ്വദൂര ഹൈപ്പർസോണിക് ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപാദന ശേഷി കുത്തനെ വർദ്ധിപ്പിക്കുവാനും ചൈന ലക്ഷ്യമിടുന്നു. ചൈനയുടെ ഈ നീക്കം ആഗോളതലത്തിൽ പുതിയ ആയുധ മത്സരത്തിന് തുടക്കമിടുന്നതായും വിദഗ്ധർ വിലയിരുത്തുന്നു. സഫിക് ഫോറം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വില്യം ആൽബർഗ് ഈ സംഭവ വികാസത്തെ ഒരു പുതിയ ആയുധ മത്സരത്തിന്റെ പ്രാരംഭ ഘട്ടമായിട്ടാണ് വിലയിരുത്തുന്നത്. 2023 മുതൽ ചൈന തങ്ങളുടെ ആണവായുധ ശേഖരം പ്രതിവർഷം ഏകദേശം 100 വാർഹെഡുകൾ എന്ന നിരക്കിൽ മറ്റ് രാജ്യങ്ങളെക്കാൾ വേഗത്തിലാണ് വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ US, റഷ്യൻ ശേഖരത്തെ അപേക്ഷിച്ച് ചൈനയുടെ ആകെ ശേഖരം ഇപ്പോഴും വളരെ പിന്നിലാണ്. പുതുതായി വികസിപ്പിച്ച ഈ കേന്ദ്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മിസൈലുകൾ തായ്വാനെ ലക്ഷ്യം വെച്ചുള്ള ചൈനയുടെ സൈനിക തന്ത്രത്തിലെ പ്രധാന ഘടകമായാണ് വിദഗ്ധർ കാണുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ US നാവികസേനയെ ഉൾക്കടലിൽ നിന്നും അകറ്റി നിർത്താൻ ലക്ഷ്യമിട്ടുള്ള ആന്റി ആക്സസ് ഡെനിയൽ ബബിൾ എന്ന തന്ത്രത്തിന് ഈ മിസൈലുകൾ നിർണായകമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തായ്വാനിലേക്ക് സൈനിക പിന്തുണ എത്തിക്കുന്ന എയർപോർട്ടുകളും തുറമുഖങ്ങളും തകർക്കുക എന്നതാണ് ഈ തന്ത്രം ലക്ഷ്യമിടുന്നത്. ചൈന തങ്ങളുടെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ വൻതോതിൽ വികസിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ സൈനിക നീക്കം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള ഭൗമരാഷ്ട്രീയ ബന്ധം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തുണ്ട്. ഈ സംഭവ വികാസ മേഖലയിലെ ഒരു പുതിയ ആയുധ മത്സരത്തിന് തുടക്കമിട്ടേക്കാമെന്ന മുന്നറിയിപ്പുമുണ്ട്. പസഫിക് ഫോറം റിസർച്ചിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനലിറ്റിക് വില്യം ആൽബർഗ് ചൂണ്ടിക്കാട്ടിയതുപോലെ ചൈന ഒരു ആഗോള വൻ ശക്തിയായി സ്വയം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ചൈന നടത്തുന്ന ഈ വൻ നിക്ഷേപം മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും സമാനമായ ആയുധ വർധനവ് പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച